ഞാൻ ദൈവത്തെ കണ്ടു എന്നവൻ നിലവിളിച്ചു. വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പെട്ടെന്ന് യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് സറാഫുകൾ കടന്നു വന്ന് അവന്റെ നാവിന്റെ അറ്റത്തെ തൊട്ട് അവനെ വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുതിയ വർഷം ഇറങ്ങി വരുമ്പോൾ, ദൈവമഹത്വം നിങ്ങൾ ദർശിപ്പാൻ ഇടയായി തീരുമ്പോൾ, പാപബോധമുള്ളവരായി വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായി തീരും. കാരണം ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ വിശുദ്ധീകരണം അത്രേ. വിശുദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ ഇടയായി തീരും. യെശയ്യാവ് ദൈവമഹത്വം കണ്ടപ്പോൾ പാപബോധമുള്ളവനായി തീർന്നതുപോലെ, വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ ദൈവമഹത്വം ഈ പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ, ദൈവമഹത്വം നിങ്ങൾ ദർശിപ്പാൻ ഇടയായി തീരുമ്പോൾ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, പാപബോധമുള്ളവരായി വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായി തീരും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, ദൈവ മഹത്വം ഇസ്രായേൽ മക്കളുടെ കൂടെ ദൈവം കടന്നുപോയപ്പോൾ അഗ്നി മേഘസ്തംഭത്തിൽ നിന്ന് ദൈവം അവരുടെ രഥത്തിന്റെ ചക്രങ്ങളെ നോക്കി അവയുടെ ഓട്ടം താറുമാറാക്കി എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവത്തിന്റെ അഗ്നി മേഘസ്തംഭം ഇസ്രായേൽ മക്കളുടെ പിൻപിൽ വന്നു നിന്ന് അവരെ കാത്തു പരിപാലിച്ചു. ശത്രുവിന്റെ മേൽ അന്ധകാരവും ദൈവജനത്തിന്റെ മേൽ വെളിച്ചവും പകർന്നു. ശത്രുവും ദൈവമക്കളുമായുള്ള അകലത്തെ അധികമായി വർദ്ധിപ്പിച്ച് ദൈവമഹത്വത്തെ വെളിപ്പെടുത്തി. ശത്രുവിനെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ പുതിയ വർഷത്തിൽ ശത്രുവുമായുള്ള അകലത്തെ ദൈവമഹത്വം വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ സകല പദ്ധതികളെയും തകർത്തുകളയും. ശത്രുവിനെ പിന്നെ കാണുവാൻ കഴിയാതെ വണ്ണം ചെങ്കടലിൽ മുക്കിക്കളയുന്ന ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീരും. ധൈര്യപ്പെടുക സഹോദര, ധൈര്യപ്പെടുക. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 26-ാം വാക്യം വേദപുസ്തകം പറയുന്നു, പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവ മഹത്വം അവരായിരുന്ന ജയിലറയിൽ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവമഹത്വം ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിൽ താനെ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞ് താഴെ വീണു. നിങ്ങൾ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചങ്ങലകൾ തകർന്നു വീഴും. ശത്രുവാകുന്ന പിശാചടച്ച വാതിലുകൾ താനെ തുറന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുഭവപ്പെടും. ശത്രു നിങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്നുവോ? പൈശാചികമായ ബന്ധനങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്നുവോ? ആഭിചാര മന്ത്രവാദ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുവോ? ഭാരപ്പെട്ടു പോകരുത്. ഈ പുതിയ വർഷത്തിൽ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരും. കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ ദൈവമഹത്വം ഇറങ്ങി വരുമ്പോൾ ചങ്ങലകൾ താനെ തകർന്നു മാറും. ദൈവമഹത്വം ഇറങ്ങി വരുമ്പോൾ ഇരുമ്പ് വാതിലുകൾ താനെ തുറക്കപ്പെടും. ആത്മീക സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. വീണ്ടും വിശുദ്ധ വേദപുസ്തകം യോഹന്നാൻ 11:4 വേദപുസ്തകം പറയുന്നു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനത്രേ. ലാസർ രോഗിയായി കിടന്നപ്പോൾ യേശുവിനെ പ്രാർത്ഥിപ്പാനായി വിളിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇത് മരണത്തിനായിട്ടുള്ള രോഗമല്ല, ഈ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനത്രേ. അതേ സഹോദര സഹോദരി, ഒരു രോഗി സൗഖ്യമാകുമ്പോൾ, ഒരു പൈശാചിക ശക്തി ഒരു ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ആ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ രോഗം സൗഖ്യമാകും. പൈശാചിക ബന്ധനങ്ങൾ മാറിപ്പോകും. അവർ വിശ്വസിച്ചു. ദൈവമഹത്വം ഇറങ്ങി വന്നു. കല്ലറയിൽ അടക്കപ്പെട്ട ലാസർ, ശരീരത്തിൽ നാറ്റം വെച്ച ലാസർ, അഴുകി തുടങ്ങിയ ശരീരം പുനരുത്ഥാനത്തിന്റെ ശക്തി പകർന്ന് ദൈവമഹത്വം ഇറങ്ങി വന്ന് ഉയർത്തെഴുന്നേൽപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നിങ്ങൾ രോഗത്തിൽ വേദനയിലായിരിക്കുന്നുവോ? ഡോക്ടർ മരുന്നില്ല എന്ന് പറഞ്ഞുവോ? ഓപ്പറേഷൻ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞുവോ? അധികം പണം അതിനാവശ്യമാണ്, നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ നിങ്ങൾ തളർന്നിരിക്കുന്നുവോ? ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ മഹത്വം വർദ്ധിച്ചു വരും. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന
ദൈവത്തിന്റെ ശക്തി, യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അതേ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഇറങ്ങി വരും. നിങ്ങളുടെ സകല രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകും. ഡോക്ടർമാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാത്തത്, മെഡിക്കൽ സയൻസിന് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തത്, ക്ലിനിക്കൽ ഇമ്പോസിബിലിറ്റി ആണെന്ന് ഡോക്ടർ വിധി എഴുതിയത്, സ്കാൻ റിപ്പോർട്ട് പറഞ്ഞത്, എല്ലാ രോഗങ്ങളും സകല രോഗങ്ങളും ദൈവമഹത്വം ഇറങ്ങി വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. ഹഗായി 2:7-8 വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, ദൈവ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്, അത് സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങൾ ദാരിദ്ര്യത്തിലായിരിക്കുന്നുവോ, നിരാശപ്പെട്ടിരിക്കുന്നുവോ, എങ്ങനെ മുമ്പിലേക്ക് പോകണം എന്നറിയാതിരിക്കുന്നുവോ, ദൈവമഹത്വം ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പ് നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ഈ ആലയത്തിൽ, നിങ്ങളുടെ ശരീരമാകുന്ന ആലയത്തിൽ ഇറങ്ങി വരും. ഒരു സമൃദ്ധിയെ ദൈവം തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. കാരണം കാൽവരി ക്രൂശിൽ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനായി തീരേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ഒരു സമൃദ്ധിയെ ഈ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. വീണ്ടും വിശുദ്ധ വേദപുസ്തകം യോഹന്നാൻ 11:40 വേദപുസ്തകം പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടേ ഇരുന്നാൽ, കീപ് ഓൺ ബിലീവിംഗ്, സ്റ്റിൽ യു സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതെ, ദൈവമഹത്വം ഇവിടെയുണ്ട്. എലീശയുടെ ദാസന്റെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരുന്നപ്പോൾ അവൻ അഗ്നിരഥങ്ങളിലും കുതിരകളും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ എലീശയുടെ ദാസന്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് എലീശ പ്രാർത്ഥിച്ചപ്പോൾ അവൻ അഗ്നിരഥങ്ങളും കുതിരകളും കണ്ടു. എലീശയുടെ ദാസന്റെ കണ്ണുകൾ ഇരുന്നപ്പോൾ അവന് ദൈവമഹത്വം കാണുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ ഭയപ്പെട്ട് ഭാരപ്പെട്ട് നിലവിളിച്ച് അവൻ വേദനിച്ചു. ശത്രുവിനെ അവൻ വലുതായി കണ്ടു, ശത്രു സൈന്യത്തെ മാത്രം അവൻ കണ്ടു. എന്നാൽ ആ ദൈവമഹത്വം അവൻ കണ്ടപ്പോൾ, ആത്മീയ കണ്ണുകൾ തുറന്ന് ദൈവമഹത്വം കണ്ടപ്പോൾ ദൈവത്തിന്റെ സൈന്യത്തെ അവൻ കാണുവാൻ നിക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് ശത്രുവിനെ അല്ല, ദൈവത്തിന്റെ സൈന്യത്തെ, ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ, ദൈവത്തിന്റെ നടത്തിപ്പിന്, ദൈവത്തിന്റെ കാവലിന്, ദൈവത്തിന്റെ പരിപാലനത്തെ നിങ്ങൾ കാണുവാനായിട്ട് കഴിയും. ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവവചനത്തിന്റെ ആഴങ്ങള്, ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവത്തിന്റെ ആലോചനയെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമ്പോൾ, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ദൈവമഹത്വത്തെ കാണുവാനായിട്ട് കഴിയും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവ മഹത്വം കാണും. നിങ്ങൾ ഭാരപ്പെടുന്നുവോ, തളരുന്നുവോ, നിങ്ങൾ സാഹചര്യങ്ങളെ മാത്രം നോക്കുന്നുവോ, ശത്രുവിനെ മാത്രം നിങ്ങൾ വലുതായി കാണുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നവും വേദനയും മാത്രം നിങ്ങൾ കണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുവോ, നിങ്ങൾ വിശ്വസിച്ചാൽ, വിശ്വസിച്ചുകൊണ്ടേ ഇരുന്നാൽ, നിങ്ങൾ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ദൈവമഹത്വം കാണുവാൻ, ദൈവത്തിന്റെ അത്ഭുതത്തെ പ്രാപിക്കുവാൻ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വച്ചിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ മഹത്വം ഈ ആലയത്തിൽ വർദ്ധിച്ചു വരും. മുമ്പുണ്ടതിനേക്കാൾ അധികമായി അത് വലുതായി തീരുവാൻ, വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരും. വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ കഷ്ടത ദൈവമഹത്വത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പുതിയ വർഷത്തിൽ ഇടയായി തീരും. നിങ്ങൾ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നുവോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കാരണം പലതും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. നിന്ദയും പരിഹാസവും വേദനയും ഭാരവും നഷ്ടവും കഷ്ടവും മാത്രം നിങ്ങളെ പിന്തുടരുന്നുവോ? 2 കൊരിന്ത്യർ 4:17 വേദപുസ്തകം പറയുന്നു, ഞൊടിനേരത്തേക്കുള്ള ഈ ലോകത്തിലെ കഷ്ടങ്ങളും വേദനകളും നിങ്ങൾ പ്രാപിക്കുവാനിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ ഘനത്തെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് ഈ കഷ്ടതകൾ സാരമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.